നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 31ലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചലഞ്ച് നമ്പർ 31 ആണ്. ഇതിനു മുന്നേയുള്ള എല്ലാ ചലഞ്ചുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേയുള്ള ചലഞ്ചുകൾ കൂടി അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കുകൾ ഇൻക്രീസ് ചെയ്യുന്നതിന് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് വീഡിയോകളും നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. കാരണം അതിൽ നിന്നെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഈ അടുത്ത പരീക്ഷയ്ക്കെല്ലാം ചോദിച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ചലഞ്ച് നമ്പർ 31ലേക്ക് കടക്കാം. ഈ ചലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനൊപ്പമുള്ള ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അവസാനം ഞാൻ പറയുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ മാർക്കുകൾ കിട്ടിയത് അവ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ വുമൺസ് ചീഫ് മിനിസ്റ്റർ സുജേത കൃപലാനി ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുജേത കൃപലാനി ഏത് സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെസ്റ്റ് ബംഗാളാണോ, ഉത്തർപ്രദേശ് ആണോ, ഒഡീഷയാണോ, ഗോവയാണോ? ഇതിൽ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു സുജേത കൃപലാനി? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായ സുജേത കൃപലാനി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് എത്രയാണ്? 65.46 ആണോ, 82.14 ആണോ, 74.04 ആണോ, 64.8 ആണോ? ഇതിൽ ഏതാണ് 2011 പ്രകാരം 11 സെൻസസ് പ്രകാരം ഫീമെയിൽ ലിറ്ററസി റേറ്റ്? അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത് ആര്? തോപ്പിൽ ഭാസിയാണോ, വൈക്കം മുഹമ്മദ് ബഷീറാണോ, തകഴി ശിവശങ്കരപ്പിള്ളയാണോ, MT വാസുദേവൻ നായരാണോ? ഇതിൽ ആരുടെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്ന കഥാപാത്രം? അടുത്ത് നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 27ാമത് ഫ്യൂഷൻ എനർജി കോൺഫറൻസ് FEC 2018 നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഗുജറാത്തിലാണോ, ന്യൂഡൽഹിയിലാണോ, മഹാരാഷ്ട്രയിലാണോ, കേരളത്തിലാണോ? ഇവയിൽ ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണ് 27ാമത് ഫ്യൂഷൻ എനർജി കോൺഫറൻസ് നടന്നത്? അടുത്ത നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 91ാമത് ഓസ്കാർ അവാർഡ് ഈ 2019 പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള ഏറ്റവും നല്ല നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഗ്ലെൻ ക്ലോസിനാണോ, ലേഡി ഗഗയ്ക്കാണോ, ഒലീവിയ കോൾമാനാണോ, മലീസ മക്കാർത്തിക്കാണോ? ഇതിൽ ആർക്കാണ് ഏറ്റവും നല്ല നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 91ാമത് ഓസ്കാർ 2009 ഏറ്റവും നല്ല നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അടുത്ത നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ജെറോനിമോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2003 സദാം ഹുസൈനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആണോ, അതോ അൽഖ്വയ്ദയെയും താലിബാനെയും തുരത്താൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആണോ, അതോ ഒസാമ ബിൻലാദനെ പിടിക്കാൻ വേണ്ടി പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ US മിലിറ്ററി നടത്തിയ ഓപ്പറേഷൻ ആണോ, അതോ ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദ് പാലസ്തീനിലെ ടെററിസ്റ്റുകൾക്ക് എതിരെ നടത്തിയ ആക്രമണമാണോ? ഇതിൽ ഏതാണ് ഓപ്പറേഷൻ ജെറോനിമോ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓക്കെ, അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. USB എന്ന് പറയുന്നത് എന്തിൻ്റെ അക്രോണിമാണ്? അൺലിമിറ്റഡ് സീരിയൽ ബസ് ആണോ, യൂണിവേഴ്സൽ സർവീസ് ബസ് ആണോ, അൺലിമിറ്റഡ് സർവീസ് ബാൻഡ് ആണോ, യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണോ? ഇതിൽ ഏതിൻ്റെ അക്രോണിമാണ് USB എന്ന് പറയുന്നത്? ഓക്കെ, USBയുടെ എക്സ്പാൻഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കോഡിൽ നമ്മളുടെ RFU BQ NPC എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മെഡിസിൻ നമുക്ക് അതേ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ മാറ്റാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നല്ലതുപോലെ ഒന്ന് നോക്കുക. നല്ലതുപോലെ നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷനും നോക്കുക. ഓപ്ഷനിൽ ഏതാണോ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് കുറച്ച് ടൈം വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആ ഓപ്ഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഐ ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock in the morning. അത് റൈറ്റ് ആണോ? ദ ന്യൂസ് ആർ നോട്ട് റിലയബിൾ. അത് റൈറ്റ് ആണോ?
ഹാർഡ്ലി ഹി ഗോസ് ടു ദ ചർച്ച് അല്ലെങ്കിൽ ഹാർഡ്ലി ഹി ഗോസ് ടു ദ സ്കൂൾ. അത് റൈറ്റ് ആണോ? ഐ ഹാവ് നോൺ ഹിം സിൻസ് 1986. ഇത് റൈറ്റ് ആണോ? ഈ താഴെ തന്നിരിക്കുന്ന 4 ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്ത നമുക്ക് അവസാനത്തെയും 10ാമത്തേതുമായ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സംയോജിക തൽപുരുഷന് ഉദാഹരണം ഏത്? പാക്കുവെട്ടി, മാതൃഭക്തി, പശുക്കുട്ടി, വിറകുപുര. ഇതിൽ ഏതാണ് സംയോജിക തൽപുരുഷൻ? സംയോജിക തൽപുരുഷന് ഉദാഹരണം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നവയെല്ലാം വിഗ്രഹിക്കണം. വിഗ്രഹിച്ചതിന് ശേഷം അതിൻ്റെ പ്രത്യയം അറിഞ്ഞെങ്കിൽ മാത്രമേ സംയോജിക തൽപുരുഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. അത് കണ്ടുപിടിച്ച് ആൻസർ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ 10 ചോദ്യങ്ങളും നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആൻസറുകൾ ഡിസ്കസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ആൻസറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയാണെങ്കിലും അത് കുറവായാലും കൂടുതലായാലും പ്രശ്നമില്ല. ആ തെറ്റിപ്പോയ ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറുകളിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ചീഫ് മിനിസ്റ്ററായ സുജേത കൃപലാനി ഏത് സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളതായിരുന്നു 1ാമത്തെ ചോദ്യം. സുജേത കൃപലാനി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? സുജേത കൃപലാനി എന്ന് പറയുന്നത്. സുജേത കൃപലാനി ഒരു ഫ്രീഡം ഫൈറ്ററും അതുപോലെ ഒരു പൊളിറ്റീഷ്യനും ഒക്കെ ആയിരുന്നു. അവർ 1963 മുതൽ 1967 വരെ ഉത്തർപ്രദേശിൻ്റെ CM ആയിരുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇനി ഉത്തർപ്രദേശിൻ്റെ CM ആയ മറ്റൊരു വുമൺ ആരാണെന്ന് ചോദിച്ചാൽ അത് മായാവതിയാണ്. ബഹുജൻ സമാജ് പാർട്ടി BSP എന്ന് പറയും. ബഹുജൻ സമാജ് പാർട്ടിയുടെ ലീഡറായ മായാവതിയാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന മറ്റൊരു വനിത എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. യോഗി ആദിത്യനാഥ് ആണ് ഇപ്പോഴും ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ, ഇന്ത്യയിൽ ഇപ്പോൾ ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. അത് പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയാണ്. അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ വനിതാ ലീഡറായ മമതാ ബാനർജിയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രി. ഇതിനു മുമ്പ് രാജസ്ഥാനിൽ വസുന്ധരാജ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ പാർട്ടി വിജയിക്കാനാകാതെ വരികയും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയൊക്കെയാണ് ഉണ്ടായത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പഠിച്ചു ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സുജേത കൃപലാനിയാണെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 2ും 3ും ഒക്കെ നമ്മൾ പഠിക്കണം. അതിനകത്ത് സെക്കൻഡ് വുമൺ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നന്ദിനി സത്പതിയാണ്. ആരാണ്? നന്ദിനി സത്പതിയാണ് 2ാമത്തെ വുമൺ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അവർ ഒഡീഷയിൽ നിന്നുള്ള പഴയ ഒറീസ അല്ലെങ്കിൽ ഇപ്പോൾ ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? നന്ദിനി സത്പതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ വുമൺ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് ശശികല കക്കോദ്കർ ആണ്. ആരാണ്? ശശികല കക്കോദ്കർ ആണ്. അവർ ഗോവയുടെ CM ആയിരുന്നു. ഓക്കെ, ഗോവയുടെ CM ആയിരുന്നു. ആരെന്ന് പറയുന്നത്? 3ാമത്തെ വുമൺ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2ാമത്തെ ആരാണ്? നന്ദിനി സത്പതി, ഒഡീഷയിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. 3ാമത്തേത് ശശികല കക്കോദ്കർ, അവർ ഗോവയിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ ചോദ്യം എന്തായിരുന്നു? 2011 സെൻസസ് പ്രകാരം ഫീമെയിൽ ലിറ്ററസി റേറ്റ് എത്ര? അത് 65.46 ആണ്. 65.46 ആണ് 2011 സെൻസസ് പ്രകാരം ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ ലിറ്ററസി റേറ്റ് 74.04% ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ലിറ്ററസി റേറ്റ് ഓഫ് ഇന്ത്യ ആസ് പെർ 2011 സെൻസസ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 74.04 74.04 ആയിരുന്നു. ഓക്കെ, അതിൽ മെയിൽ ലിറ്ററസി റേറ്റ് 82.14 ഫീമെയിൽ ലിറ്ററസി റേറ്റ് നമ്മളിവിടെ തന്നിരിക്കുന്ന 65.46 ആയിരുന്നു. ഓക്കെ, ഇനി 2001 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് ചോദിച്ചാൽ അത് 64.8 ആയിരുന്നു. എത്രയാണ്? 64.8 ആണ് ഇതിന് മുന്നേയുള്ള സെൻസസ്, 2001 സെൻസസ്. ഇനി അടുത്തത് 2021 സെൻസസ് ആണ്. 2001 സെൻസസ് പ്രകാരം 64.8 ആയിരുന്നു ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സംസ്ഥാനമായ കേരളം തന്നെയാണ്. കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 94%. 94% ആണ് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അതിൽ പുരുഷന്മാരുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 96.11%. സ്ത്രീകളുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 92.07%. ഓക്കെ,
ഏറ്റവും കൂടുതൽ ഏറ്റവും ലിറ്ററസി കുറഞ്ഞ സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ലോ ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. അവിടെ 61.8% മാത്രമാണ് ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലോ ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? അത് ബീഹാറാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ട് ചലഞ്ചിൻ്റെ പേര് മാത്രം ഒരു സബ്ജക്റ്റ് ലൈനിൽ വെച്ച് അയയ്ക്കുക. ഞാൻ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തിരിച്ച് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചലഞ്ച് നമ്പർ 31 നോട്ട് വേണമെന്നുണ്ടെങ്കിൽ തക്ഷക് PSC THAKSHAKPSC@gmail.com എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ലൈനിൽ ചലഞ്ചിൻ്റെ നമ്പർ മാത്രം പറഞ്ഞിട്ട് അയയ്ക്കുക. ഞാൻ അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തതാര്? അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന 1951 പ്രസിദ്ധീകരിച്ച ഒരു നോവലിലെ ക്യാരക്ടറാണ് മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്നത്. അപ്പം എന്നാണ് 1951 പ്രസിദ്ധീകരിച്ച മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ മാർച്ചിൽ നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ക്യാരക്ടറുകളാണ് ഒറ്റക്കണ്ണൻ പോക്കർ എന്ന് പറയുന്ന ഒരു മുച്ചീട്ട് കളിക്കാരനും പിന്നെ അദ്ദേഹത്തിൻ്റെ മകളായ സൈനബയും. അപ്പം ഈ ഒറ്റക്കണ്ണൻ പോക്കറുടെ മകളായ സൈനബയും ഈ മണ്ടൻ മുത്തപ്പനും തമ്മിൽ പ്രണയത്തിലാവുകയും ഈ ഒറ്റക്കണ്ണൻ പോക്കർ അതിനെ എതിർക്കുകയും അവസാനം ഈ ഒറ്റക്കണ്ണൻ പോക്കറിനെ ചീട്ടുകളിൽ തോൽപ്പിച്ച് നമ്മുടെ മണ്ടൻ മുത്തപ്പ സൈനബയെ സ്വന്തമാക്കുന്നതുമാണ് ഈ കഥയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകം. ഓക്കെ, നോവൽ. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 27ാമത് ഫ്യൂഷൻ എനർജി കോൺഫറൻസ് FEC 2018 എവിടെ വെച്ചാണ് നടന്നത്? അത് നടന്നത് ഗാന്ധിനഗർ, ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ചിട്ടാണ്. ഒരു 6 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു എന്ന് പറയുന്നത് ഫ്യൂഷൻ എനർജി കോൺഫറൻസ് FEC 2018 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓർഗനൈസ് ചെയ്തതെന്ന് പറയുന്നത് IAEA ആയിരുന്നു. IAEA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് ഈ പറഞ്ഞ പ്രോഗ്രാം ഏതാണ് ഫ്യൂഷൻ എനർജി കോൺഫറൻസ് അല്ലെങ്കിൽ FEC 2018 സംഘടിപ്പിച്ചത്. ഓക്കെ, അടുത്ത നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം എന്തായിരുന്നു? 91ാമത് ഓസ്കാറിൽ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതാര്? അത് ഒലീവിയ കോൾമാന് ദ ഫേവറേറ്റ് എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിനാണ് ഏറ്റവും നല്ല നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി ബെസ്റ്റ് ആക്ടർ ആരായിരുന്നു നമുക്കറിയണം. ആരാണ്? റാമി മാലിക്കാണ്. ഇതൊക്കെ മുന്നേ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. റാമി മാലിക് ബൊഹീമിയൻ റാപ്സഡി എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനായി റാമി മാലിക്കിനാണ് ബെസ്റ്റ് ആക്ടർക്കുള്ള പുരസ്കാരം കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റോമ എന്ന് പറഞ്ഞ മൂവിയുടെ ഡയറക്ടറായ അൽഫോൺസോ ക്യൂറോൺ ആണ്. ആരാണ്? അൽഫോൺസോ ക്യൂറോൺ. റോമ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറായ അൽഫോൺസോ ക്യൂറോൺ ആണ് ഏറ്റവും നല്ല സംവിധായകൻ ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും നല്ല ചലച്ചിത്രമായിട്ട് ബെസ്റ്റ് പിക്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന പീറ്റർ ഫെർലി സംവിധാനം ചെയ്ത ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന മൂവിയാണ് ഏറ്റവും നല്ല ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അടുത്ത 6ാമത്തെ ചോദ്യം. ഓപ്പറേഷൻ ജെറോനിമ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ജെറോനിമ എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നമ്മുടെ ബിൻ ലാദനെ കണ്ടെത്തി വധിച്ച ആ ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ ഓപ്പറേഷൻ ജെറോനിമോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് 2011 US മിലിറ്ററി ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൽ കണ്ടെത്തുകയും അവിടെ വെച്ച് വധിക്കുകയുമാണ് ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഓപ്ഷനുകളൊന്നും അറിഞ്ഞിരിക്കണം. കാരണം ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓപ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തത് സദാ ഹുസൈനെ 2003 US മിലിറ്ററി പിടിച്ച ആ ഓപ്പറേഷന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ റെഡ് ഡോൺ. ഓക്കെ, റെഡ് ഡോൺ. ഓക്കെ, DAWN ആണ് ഓപ്പറേഷൻ റെഡ് ഡോൺ എന്ന് പറയുന്നത്. സദാ ഹുസൈനെ പിടിക്കുന്നതിന് വേണ്ടി US മിലിറ്ററി നടത്തിയ ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ റെഡ് ഡോൺ എന്നറിയപ്പെടുന്നത്. അതാണ് ഓപ്ഷൻ നമ്പർ A. ഇനി ഓപ്ഷൻ നമ്പർ B ആയിട്ട് കൊടുത്തിരിക്കുന്ന അൽഖ്വയ്ദയും താലിബാനെയും
അഫ്ഗാനിസ്ഥാനുള്ള അൽഖ്വയ്ദയും താലിബാനെയും ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടി US മിലിറ്ററി നടത്തിയ ഓപ്പറേഷൻ അനാക്കോണ്ട എന്ന പേരിൽ അറിയപ്പെടും. എന്താണ് ഓപ്പറേഷൻ അനാക്കോണ്ടയാണ് നമ്മുടെ അൽഖ്വയ്ദയും താലിബാൻ ടെററിസ്റ്റുകളെയൊക്കെ തുരത്തുന്നതിന് വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ US മിലിറ്ററി നടത്തിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് പല രാജ്യത്തായിട്ട്, അത് ഒരു രാജ്യത്തായിട്ടല്ല പല രാജ്യത്തായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ വ്രാത്ത് ഓഫ് ഗോഡ് എന്ന് പറയും. ഓപ്പറേഷൻ വ്രാത്ത് ഓഫ് ഗോഡ് എന്ന് പറയും. ഇതിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇസ്രായേലിൻ്റെ കുറച്ച് കളിക്കാരെ അവരുടെ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു, മറ്റൊരു രാജ്യത്തായിരുന്നു. അവിടെ വെച്ച് പാലസ്തീൻ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുകയും അതിൽ ഏകദേശം 11 കളിക്കാർ കൊല്ലപ്പെടുകയും ഉണ്ടായി. ഓക്കെ, ഇതിൻ്റെ പ്രതികാരം എന്നോണം ഓക്കെ ഈ മറ്റേ ഈ ടെററിസ്റ്റ് അറ്റാക്കിൽ പങ്കെടുത്ത ഏകദേശം 30 പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഇസ്രായേൽ തയ്യാറാക്കുകയും മൊസാദ് എന്ന് പറയുന്ന അവരുടെ ചാരസംഘടനയെ അവരെ വധിക്കാനുള്ള ഉദ്യമം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ 30 പേരുടെയും വീട്ടിൽ ഓരോ റീത്തുകൾ അയച്ചു കൊടുത്തുകൊണ്ട് ആദ്യമേ അവരെന്താണ് ഒരു മരണ വാർത്ത ആദ്യമേ അറിയിക്കുകയും പിന്നെ ഈ പല രാജ്യത്തിൽ ഒളിവിൽ കഴിച്ചിരുന്ന ഈ 30 പേരെയും വധിക്കുകയുമാണ് ഉണ്ടായത്. അതാണ് ഓപ്പറേഷൻ വ്രാത്ത് ഓഫ് ഗോഡ് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ ഒരു ഓപ്പറേഷൻ നോക്കാം. ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്ന് പറയുന്നത് കൊച്ചി സിറ്റി പോലീസ് നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനാണ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്ന് പറയുന്നത് അടുത്ത് ഇവിടുത്തെ ഗുണ്ടാ ഗ്യാങ്ങും ആൻറ്റി സോഷ്യൽ എലമെൻറ്റും ഡ്രഗ് മാഫിയയൊക്കെ ഒതുക്കുന്നതിന് വേണ്ടി കൊച്ചി സിറ്റി പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് USB എന്ന് പറയുന്നത് എന്തിൻ്റെ അക്രോണിമാണ്? അത് യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് എന്ന് പറയുന്നത് USB എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് അക്രോണിക്സും കൂടെ നോക്കാം. DVD എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ്. അപ്പോൾ DVD എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ്. HDMI എന്ന് പറയുന്നത് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. അപ്പോൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ് HDMI എന്നറിയപ്പെടുന്നത്. LAN എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കുമാണ്. അപ്പോൾ LAN എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കുമാണ്. LCD എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയും LED എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുമാണ്. അപ്പോൾ LCD എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. LED എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. VGA എന്ന് പറഞ്ഞാൽ വീഡിയോ ഗ്രാഫിക്സ് അറയാണ്. UPS എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ്. UPS ഒക്കെ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം VGA എന്ന് പറഞ്ഞാൽ വീഡിയോ ഗ്രാഫിക്സ് അറ, UPS എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. ഇനി MAC എന്ന് പറഞ്ഞാൽ മീഡിയ ആക്സസ് കൺട്രോൾ എന്നാണ്. അപ്പം MAC എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയ ആക്സസ് കൺട്രോൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. അപ്പം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് അക്രോണിംസ് ആണ്. നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഒരു പ്രത്യേക കോഡിൽ ഒരു RF അങ്ങനെ ഒരു സംഭവത്തിൽ എഴുതിയേക്കുവാണെങ്കിൽ മെഡിസിൻ നമ്മൾ ആ സെയിം കോഡിൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ആ ഫസ്റ്റും ലാസ്റ്റും ലെറ്റർ തമ്മിൽ റിവേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ലെറ്റർ ലാസ്റ്റും ആക്കുക, ലാസ്റ്റ് കിടക്കുന്ന ലെറ്റർ ഫസ്റ്റും ആക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ലെറ്റർ ഇനിയിപ്പോൾ തിരിച്ചാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓർഡർ ആദ്യമേ എടുക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളത് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? RETUPMCO എന്നെടുക്കുക. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് ഫസ്റ്റും ലാസ്റ്റും ലെറ്റർ അതേപോലെ തന്നെ എടുക്കുക. പിന്നെ ഉള്ള ലെറ്ററുകളെല്ലാം ഇപ്പം ഓയാണ് രണ്ടാമത് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലെറ്റർ എടുക്കുക. ഇപ്പോൾ ഓയ്ക്ക് പകരം ഇവിടെ എന്താ വരും? P വരും. എമ്മിന് പകരം അടുത്ത ലെറ്ററായ N വരും. Pക്ക് പകരം എന്താണ്? Q വരും. Uന് പകരം അടുത്ത ലെറ്ററായ V വരും. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിലായി മാറും. ഓക്കെ, എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ ആദ്യം എന്താണ്? തിരിച്ചിട്ട് അതിൻ്റെ കൂടെ തിരിച്ചതിന് ശേഷം ആദ്യത്തെയും അവസാനത്തെ ലെറ്റർ അതേപോലെ ഇടുക. അതിന് മിഡിലായിട്ടുള്ള ലെറ്ററിൻ്റെ അടുത്ത ലെറ്റർ ഇപ്പോൾ E ആണെന്നുണ്ടെങ്കിൽ F എഴുതുക, T ആണെന്നുണ്ടെങ്കിൽ U എഴുതുക, അങ്ങനെ എഴുതിയാൽ മതി. അപ്പം മെഡിസിൻ ആദ്യമേ നമ്മൾ തിരിച്ചിട്ട് അപ്പോൾ ആദ്യത്തെ ലെറ്റർ എന്ത് വരും? ഇപ്പോൾ തിരിക്കുമ്പോൾ എങ്ങനെ വരിക? ENICIDM എന്ന് പറഞ്ഞു വരും. അതിനകത്ത് Eയും Mഉം നമ്മൾ തൊടിയേ വേണ്ട, അതേപോലെ ഇടുക. ഇപ്പം പിന്നെ നമ്മുടെ എന്നിന് അടുത്ത ലെറ്റർ ഏതാണ് വരുന്നത്? O അതേ കണക്ക് എഴുതുക. അടുത്ത ഐക്ക് അടുത്ത ലെറ്റർ ഏതാണ് വരുന്നത്? ജെ അതേപോലെ എഴുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആയിട്ട് കൊടുത്തിരിക്കുന്ന അതാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി, അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് അധികം തലപ്രയോഗിക്കേണ്ട കാര്യമേ ഇല്ല. അടുത്ത ഒമ്പതാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. അതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നോക്കാം. I have the breakfast at 8 o'clock in the morning എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I have the breakfast. ദ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ പ്രശ്നം. നമ്മളൊരു മീൽ, അതെന്ത് മീലോ ആയിക്കോട്ടെ, ബ്രഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ
ഡിന്നറോ സപ്പറോ എന്തോ ആയിക്കോട്ടെ. അപ്പം ഈ ഒരു മീൽസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പാടില്ല. എയോ ദയോ ദയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock in the morning എന്നാണ്. ഐ ഹാവ് ദ നമ്മൾ കളയണം, ദ വിട്ടിട്ട് ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock in the morning ആണ് റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം തെറ്റാണ്. രണ്ടാമത്തെ ദ ന്യൂസ് ആർ നോട്ട് റിലയബിൾ. ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും അതൊരു പ്ലൂറൽ ഫോം ആണെന്ന്. പക്ഷേ ന്യൂസ് എന്താണ് യഥാർത്ഥത്തിൽ ഒരു സിംഗുലർ ഫോമാണ്. അപ്പം ന്യൂസ് ഈസ് നോട്ട് റിലയബിൾ എന്നാണ് യഥാർത്ഥത്തിൽ വരേണ്ടത് അല്ലേ. അപ്പം ന്യൂസ് ഈസ് നോട്ട് റിലയബിൾ, അതാണ് അവിടുത്തെ തെറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ വരുന്ന കുറേ വാക്കുകളുണ്ട്. ഇപ്പം ന്യൂസ് ഉണ്ട്, മാത്സ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഫോണറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സ്റ്റാറ്റിറ്റിക്സ് ഉണ്ട്, ഇന്നിങ്സ് ഉണ്ട്. ഇതെല്ലാം പ്ലൂറൽ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് സിംഗുലാർ ഫോമാണ്. ഒന്നുകൂടെ പറയാം, എന്തൊക്കെയാണ്? ന്യൂസ് ഉണ്ട്, മാത്സ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഫോണറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സ്റ്റാറ്റിറ്റിക്സ് ഉണ്ട്, ഇന്നിങ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പ്ലൂറൽ ഫോമാണെന്ന് തോന്നുമെങ്കിലും സിംഗുലർ ഫോമിലായിട്ടുള്ള വേർഡുകളാണ്. അപ്പോൾ അതെല്ലാം എഴുതുമ്പോഴത്തേക്കും നമ്മൾ സിംഗുലർ ഫോം തന്നെ യൂസ് ചെയ്യണം. ഇവിടെ 6 6 മാറ്റി എന്താക്കണം? ഈസ് ആക്കണം. ന്യൂസ് ഈസ് നോട്ട് റിലയബിൾ എന്നാക്കണം. ഇനി അടുത്തത് മൂന്നാമത്തെ നോക്കുമ്പോൾ ഹാർഡ്ലി ഹി ഗോസ് ടു സ്കൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹാർഡ്ലി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മീനിങ് ഉള്ള വേർഡാണ്. ഇപ്പോൾ ഹാർഡ്ലി പോലെ തന്നെ സെൽഡം, നെവർ, റെയർലി, സ്കേഴ്സ്ലി, ബെയർലി, നെയ്തർ, നെവർ, ഇതെല്ലാം ഒരു നെഗറ്റീവ് ഫോമിലുള്ള വേർഡുകളാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവേർഷൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇൻവേർഷൻ റൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ സബ്ജക്റ്റിന് മുമ്പ്, ഇവിടെ ഹി ആണ് സബ്ജക്റ്റ് അല്ലേ, അപ്പം അതിന് മുമ്പ് എന്ത് ചേർക്കണം? ഒരു ഓക്സിലറി വെർബ് ചേർക്കണം. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് പ്ലസ് ഗോയാണ്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഡസ് ഹീക്ക് ഫ്രണ്ടിൽ ഇട്ടാൽ മതി, ഈ സെൻറ്റൻസ് കറക്റ്റ് ആവും. അപ്പോൾ എങ്ങനെ വരിക? ഹാർഡ്ലി ഡസ് ഹി ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് റൈറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് നാലാമത് വന്നിരിക്കുന്ന ഓപ്ഷൻ ഐ ഹാവ് നോൺ ഹിം സിൻസ് 1986. അതിൽ തെറ്റൊന്നുമില്ല, അത് റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഐ ഹാവ് നോൺ ഹിം സിൻസ് 1986. ഓക്കെ, അവനെ എനിക്ക് 4 വർഷമായിട്ടാണ് അറിയാം എന്നല്ലെങ്കിൽ 10 വർഷമായിട്ട് അറിയാം എന്നാണെങ്കിൽ അവിടെ സിൻസ് വരില്ല, അവിടെ എന്താ വരിക? 4 ആണ് വരിക. ഐ ഹാവ് നോൺ ഹിം ഫോർ 4 years അല്ലെങ്കിൽ 5 years എന്നായിരിക്കും വരിക. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സംയോജിക തൽപുരുഷന് ഉദാഹരണം. സംയോജിക തൽപുരുഷൻ്റെ പ്രത്യയം നമ്മൾ അറിയണം. അത് ഓട് എന്നുള്ളതാണ്. ഓട് എന്ന് പറഞ്ഞ വരുന്ന പ്രത്യയമാണ്. വിഗ്രഹിക്കുമ്പോൾ ഓട് എന്ന് പറഞ്ഞ് വരുന്ന പ്രത്യയമാണ് എന്ന് പറയുന്നത് സംയോജിക തൽപുരുഷൻ്റെ പ്രത്യയം എന്ന് പറയുന്നത്. അപ്പം ഈ പാക്കുവെട്ടി നമ്മൾ എങ്ങനെ വിഗ്രഹിക്കുക? പാക്കിനെ വെട്ടുന്നത്, പാക്കിനെ എ ആണ് വരുന്നത്. എ എന്തിൻ്റെയാണ്? പ്രതിഗ്രാഹിക തൽപുരുഷൻ്റെ പ്രത്യയമാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലല്ലോ. മാതൃഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാവിനോടുള്ള ഭക്തി, ഓട് വന്നപ്പം സംയോജിക്കുക. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി ബാക്കിയുള്ളതിൻ്റെ നമുക്ക് നോക്കാം. പശുക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പശുവിൻ്റെ കുട്ടി. അപ്പോൾ ഇൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? സംബന്ധിക തൽപുരുഷനാണ്. ഇൻ്റെ ഉടെ. അപ്പോൾ കാളക്കുട്ടി, കാളയുടെ കുട്ടി, ഇൻ്റെ ഉടെ, അതൊക്കെ വരുന്നത് എന്താണ്? സംബന്ധിക തൽപുരുഷനാണ്. ഇനി വിറകുപുര, വിറകിനുള്ള പുര, വിറകിനുള്ള പുര, ന് വന്നതെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഉദ്ദേശിക തൽപുരുഷനാണ് അവിടെ വരിക. ഓക്കെ, അപ്പം നമ്മുടെ ആ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. 31ാമത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയായാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ takshak.psc@gmail.com മെയിൽ അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ ചലഞ്ച് നമ്പർ 31 അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.